നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സമാധാനത്തിൻ്റെ പുതുകിരണങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന പ്രതീക്ഷ, അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതി 20 പദ്ധതിയാണ്. അതിലെ പ്രധാനപ്പെട്ട ഉടമ്പടികളെല്ലാം, കരാറുകളെല്ലാം ഹമാസ് അംഗീകരിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇസ്രയേലിനോട് ഉടൻ തന്നെ ഗാസയിന്മേലുള്ള ആക്രമണം നിർത്താൻ ട്രംപ് ഉത്തരവിട്ടതായുള്ള സൂചനകളുമുണ്ട്. ഒപ്പം സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വലിയ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതിനെതിരായ പ്രതിഷേധവും ഒപ്പം ഈ വിഷയത്തിലുള്ള അന്വേഷണവും ഊർജിതമാവുകയാണ്. കിലോ കണക്കിനുള്ള സ്വർണം ചെമ്പായി മാറിയ മാജിക് എന്താണെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ എത്താം. ആദ്യം തലക്കെട്ടുകൾ. ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി ഭാഗികമായി അംഗീകരിച്ചു ഹമാസ്. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറാനും തയ്യാർ. മറ്റ് ഉപാധികളിൽ കൂടുതൽ ചർച്ച വേണമെന്നും ആവശ്യം. സ്വാഗതം ചെയ്ത് ഡൊണാൾഡ് ട്രംപ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഇന്ന് മാർച്ച്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്യില്ല. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ബീഹാറിൽ ഒരുക്കങ്ങൾ വിലയിരുത്തും. 2 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. ബീഹാറിനായി 62,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കാനൊരുങ്ങി കേന്ദ്രം. ലഡാക്ക് സംഘർഷത്തിലെ വെടിവയ്പിൽ മജിസ്ട്രേറ്റ് അന്വേഷണത്തിനായി ഇന്ന് തുടക്കം. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം തുടർ നടപടി സ്വീകരിക്കും. സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ചർച്ചകൾക്കില്ല എന്ന നിലപാടിൽ ഉറച്ച് സംഘടനകൾ. ഷട്ട്ഡൌൺ ആശങ്കയിൽ അമേരിക്ക. ധനാനുമതി ബിൽ വീണ്ടും പരാജയപ്പെട്ടു. സെനറ്റിൽ തിങ്കളാഴ്ച വീണ്ടും വോട്ടെടുപ്പ്. ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന ഭീഷണി ആവർത്തിച്ച് വൈറ്റ് ഹൌസ്. അഹമ്മദാബാദ് ടെസ്റ്റിൽ വിൻഡീസിനെതിരെ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്. 286 റൺസ് ലീഡ്. 5-ന് 448 റൺസ് എന്ന നിലയിൽ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും. ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ക്രീസിൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്തേക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിജിലൻസ് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. തിരുവനന്തപുരത്തും ബംഗളൂരുവിലുമായി ഇതിനോടകം 2 തവണ പോറ്റിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. സ്വർണം പൂശിയതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഇത് സംബന്ധിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനും സർക്കാർ ആലോചനയുണ്ട്. അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഇന്ന് മാർച്ച് നടത്തും. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, നേരത്തെ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും ബംഗളൂരുവിലുമായി 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ വെളിപ്പെടുത്തലുകൾ, പുതിയ വെളിപ്പെടുത്തലുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും വിളിപ്പിക്കാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ മുന്നിൽ കാണുന്നത്? ഒപ്പം കോൺഗ്രസും BJPയും വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ്. തീർച്ചയായും സ്വർണം പൂശുന്നതിനായി തന്നുവിട്ട പാളികൾ അത് ചെമ്പ് പാളികൾ തന്നെയായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ നിന്നുള്ള തന്നെ ഏൽപ്പിച്ചുവിട്ട പാളികൾ അത് ചെമ്പ് പാളികൾ തന്നെയായിരുന്നു. എന്നാൽ ഇതിനു മുമ്പും വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൂശിയ സമയത്ത് പോലും ഈ സ്വർണം ഈ ദ്വാരപാലക ശില്പത്തിലടക്കം സ്വർണം പൂശിയിരുന്നു എന്ന കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ അല്ലെങ്കിൽ വീഡിയോകൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നും അത് വ്യക്തവുമാണ്. എന്നാൽ ആ സ്വർണം എവിടെ പോയി എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 42 കിലോയോളം ചെമ്പ് പാളിയിൽ ഏകദേശം 50 പവനോളം സ്വർണമാണ് ഈ 2 ദ്വാരപാലക ശില്പങ്ങളിലായി പൂശിയിരുന്നത് വിജയ് മല്യ സ്വർണം സമർപ്പിക്കുന്ന സമയത്ത്. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ഇടയിലാണ് ഈ സ്വർണം പൂശുന്നതിലെ അല്ലെ സ്വർണം പൂശിയതിലെ പ്രശ്നങ്ങൾ കാരണം 2019 പിന്നീട് രണ്ടാമതും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി നൽകുകയാണ്. അതിനുശേഷം അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്, അതിൽ മാറ്റുകുറവ് അല്ലെങ്കിൽ അതിൽ തകരാറുകൾ സംഭവിച്ച സമയത്താണ് അത് മാറ്റി വീണ്ടും സ്വർണം പൂശുന്നതിനായി ഇപ്പോൾ കൊടുത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ആദ്യം തനിക്ക് സ്വർണം പൂശുന്നതിനായി തന്നത്
ചെമ്പുപാളികൾ തന്നെയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ അന്വേഷിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ വിജിലൻസ് സംഘം. ദേവസ്വം വിജിലൻസ് ആണ് ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ ദേവസ്വത്തിന്റെ മാസ്റ്ററിലടക്കം ഇക്കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് വിജയ് മല്യയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ പക്കൽ രേഖകളുണ്ട്. ആ രേഖകൾ പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ദേവസ്വം ബോർഡിന്റെ പക്കൽ തന്നെയുണ്ട്. ഇതിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായി മാസ്റ്ററിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മാസ്റ്ററിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. വിജിലൻസും ദേവസ്വം ബോർഡ് വിജിലൻസും ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകളും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അതേസമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് വിജിലൻസ് കടക്കും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെയും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനുള്ള നോട്ടീസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തേക്കില്ല. ഇന്ന് അദ്ദേഹത്തിന് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ബാംഗ്ലൂരിലും അതുപോലെ തിരുവനന്തപുരത്തുമായി 2 തവണ വീതം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിനോടകം തന്നെ വിജിലൻസ് ചോദ്യം ചെയ്യുകയും നേരത്തെ സഹോദരിയുടെ വീട്ടിൽ നിന്നടക്കം സ്വർണ്ണപ്പാളി പീഠം കണ്ടെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് വിജിലൻസ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് വിടാനുള്ള തീരുമാനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും വിജിലൻസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും വ്യക്തത വരുത്തുകയും ചെയ്യാനാണ് വിജിലൻസിന്റെ തീരുമാനം. എന്നാൽ ഇത് സംബന്ധിച്ച വലിയ വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത്. ആ വിവാദങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശനടക്കം ഇക്കാര്യത്തിൽ തന്റെ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ശബരിമല അയ്യപ്പന് പോലും സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ശക്തമായ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ തീർച്ചയായും സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഇത്രയും ഏതാണ്ട് 30 കിലോയോളം വരുന്ന സ്വർണം എങ്ങനെ ചെമ്പായി മാറിയെന്നത് ശരിക്കും മാജിക് തന്നെയാണ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും ദേവസ്വം വിജിലൻസ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്തേക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള ആലോചനയും സർക്കാരിന് മുന്നിലുള്ള. രജിതാണ് വിവരങ്ങളുമായി ചേർന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ബീഹാറിൽ 2 ദിവസമാണ് കമ്മീഷന്റെ സന്ദർശനം. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് മുഖാമുഖം എത്തി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയോടുകൂടി ഒരുപക്ഷെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന്. എടുത്തു പറയേണ്ട കാര്യം, ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ വിഗ്യാൻ ഭവനിൽ 62,000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് ബീഹാറിന് വേണ്ടി. ഗുഡ് മോർണിംഗ് സ്വപ്ന. 2 കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ യോഗം ചേർന്ന നിലവിൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. 425 ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരായി ബീഹാറിൽ തീരുമാനിച്ചിട്ടുള്ളത്. IAS, IPS ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്. ഇന്നലെ യോഗം ചേർന്ന് എന്താണ് സംസ്ഥാനത്തെ സാഹചര്യമെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് കമ്മീഷൻ നേരിട്ട് ഇപ്പോൾ ബീഹാറിലേക്ക് എത്തുന്നത്. 2 ദിവസമാണ് സന്ദർശനം തീരുമാനിച്ചിരിക്കുന്നത്. ഈ സന്ദർശനത്തിന് ശേഷം തിരികെ എത്തിയ ശേഷം വിലയിരുത്തലുകൾക്ക് പിന്നാലെ വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇതിനു മുമ്പേ തന്നെ ഈ ഒരുക്കങ്ങൾ പൂർണ്ണമായും നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കമ്മീഷൻ വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ തന്നെ, അതായത് SIRന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ഇനിയിപ്പോൾ എവിടെ വരെ ഇത് എത്തിയെന്ന് നേരിട്ട് പരിശോധിക്കുക. ഒരു നടപടിക്രമം മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഒരുപക്ഷെ 2-ലധികം ഘട്ടങ്ങളായിട്ടായിരിക്കും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ഈ ഒരു ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി 62,000 കോടി രൂപയുടെ 62,000 കോടി രൂപയും ബീഹാറിലല്ല, സംസ്ഥാനങ്ങളിലെ വിവിധ നവോദയ സ്കൂളുകൾ, ഏകലവ്യ സ്കൂളുകൾ അടക്കം വിവിധ സ്ഥലങ്ങളിലേക്കുള്ള പദ്ധതികൾ കൂടി ഉൾപ്പെടെയാണ്. അത് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി 34 സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള സ്കൂളുകൾ കൂടി കണക്കാക്കിയുള്ള പദ്ധതിയാണ്. പക്ഷേ ഏറെ പങ്കും ബീഹാറിലേക്കാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.
ബീഹാറിൽ ഇത് മാത്രമല്ല, ഇന്നലെ 3% സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA ഇന്നലെ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അത് സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. ഈ കഴിഞ്ഞ ദിവസവും ഇതിന് അധികം പണം, വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ബീഹാറിൽ ചെയ്തിരുന്നു. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ നിലപാടുകൾ വെക്കുന്നത്. കാരണം ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നിരവധിയായ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ച പദ്ധതികൾ മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ഒഴിവാക്കാൻ ആവശ്യമായ കൃത്യമായ ഇടപെടലുകൾ BJPയുടെയും ഒപ്പം തന്നെ JDUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. ഈ 62,000 കോടി രൂപയുടെ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആണ് എന്നുള്ളതാണ്. അവരുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും IITകളുടെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും കൂടി ഉൾപ്പെടെയാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വപ്ന, പ്രശാന്ത്, മറ്റൊന്ന് ഈ ലഡാക്ക് ഭരണകൂടം നിയോഗിച്ച മജിസ്ട്രിയൽ അന്വേഷണത്തിന് ഇപ്പോൾ തുടക്കമാവുകയാണ്. നമുക്കറിയാം, ഈ മജിസ്ട്രിയൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ലേപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്, ഈ 2 സംഘടനകൾ ഈ ചർച്ചയിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇപ്പോൾ തിങ്കളാഴ്ച ചർച്ച നടക്കും. ആ ചർച്ചയിൽ ഇവർ പങ്കെടുക്കുമോ? സ്വപ്ന, ഇതുവരെ ഈ ചർച്ചയുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ലേ അപ്പെക്സ് ബോഡിയും അതുപോലെ തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാര്യം 2 കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ. ഒന്ന്, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം, നിയന്ത്രണങ്ങൾ നീക്കണം എന്നുള്ളതായിരുന്നു. നിയന്ത്രണങ്ങൾ നീക്കിയ ചർച്ചയിലേക്ക് പോകാമെന്ന് ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കുന്നു. ഇതിന് ഇടയിലാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുന്നത്, നടപടികൾ പോകുന്നു. സോനം വാങ്ചുക്ക് ഇപ്പോൾ ജോധ്പൂർ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ പ്രധാന ആവശ്യമായി ഇപ്പോൾ സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത് വാങ്ചുക്കിനെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. അതേസമയം തന്നെ അങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു തീരുമാനമല്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും FCRA നിയമലംഘനം അടക്കം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ നിരവധി പരാതികളുണ്ടായിരുന്നു. മാത്രമല്ല, പ്രകോപനകരമായ ചില നിലപാടുകൾ വാങ്ചുക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്നൊരു പ്രതിഷേധത്തിലേക്ക്, വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് സർക്കാരിന്റെ, അവിടുത്തെ ലഡാക്ക് ഭരണകൂടത്തിന്റെ നിലപാട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സമാന നിലപാട് ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. പക്ഷേ ഈ മജിസ്ട്രിയൽ അന്വേഷണത്തിലേക്ക് സഹകരിക്കേണ്ട എന്ന് നിലവിൽ തീരുമാനിച്ച പദ്ധതി, അതായത് ജുഡീഷ്യൽ അന്വേഷണം, ഒന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി എന്നുള്ളതാണ് ഈ സംഘടനകൾ എടുത്ത നിലപാട്. ആ സമയത്താണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുകുൾ ബെനിവാലിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചത്. 4 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം. 18-ം തീയതി വരെയാണ്, ഇന്ന് മുതൽ 18-ം തീയതി വരെയാണ് ഇതിന്റെ സിറ്റിംഗ് ഉണ്ടാകുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ജില്ലാ കളക്ടറേറ്റിലെ ഓഫീസ് മുറിയിലായിരിക്കും ഈ സിറ്റിംഗ് നടക്കുക. രാവിലെ 10 മുതൽ 5 വരെ നിലവിൽ തദ്ദേശവാസികളായ ആളുകൾക്ക് എത്തി തങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ, പരാതികളെല്ലാം തന്നെ നൽകുക എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന, അന്വേഷണത്തിന്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ഒരു ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട്. വാങ്ചുക്കിന്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ്. അക്കാര്യത്തിൽ കൂടി ഒരു നിലപാട് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്. സ്വപ്ന, സോനം വാങ്ചുക്കിനെ വിട്ടാൽ മാത്രം ചർച്ചയിലേക്ക് എന്ന നിലപാടിൽ തുടരുകയാണ് ലേ അപ്പെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും അടക്കമുള്ള സംഘടനകൾ ഇവരെ ചർച്ചയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് കേന്ദ്രം. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ പ്രധാന ഉപാധികൾ അംഗീകരിച്ച് ഹമാസ്. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതമറിയിച്ചത്. സമാധാന കരാർ അംഗീകരിക്കണമെന്ന US പ്രസിഡന്റ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നു. ഒടുവിൽ ട്രംപിന്റെ അന്ത്യശാസനത്തിന് ഭാഗികമായി വഴങ്ങി ഹമാസ്. ട്രംപ് മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയിലെ പ്രധാന ഉപാധികൾ അംഗീകരിച്ചു. എല്ലാ ഇസ്രയേലി ബന്ദികളെയും വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റ് ഉപാധികളിന്മേൽ കൂടുതൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. ഹമാസിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. മേഖലയിലെ തുടർ കാര്യങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇസ്രയേലും അറിയിച്ചു. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ശത്രുത അവസാനിപ്പിക്കാനും ഹമാസിന് നൽകുന്ന അവസാന അവസരമാണിതെന്ന് ട്രംപ് നേരത്തെ അന്ത്യശാസനം നൽകിയിരുന്നു. ഏത് വഴിയിലൂടെയും സമാധാനം ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ ഒരു താൽക്കാലിക ഭരണകൂടം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള 20 ദിന പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. പലസ്തീൻകാർ ഗാസ വിട്ടുപോകണമെന്ന് കരാറിൽ നിർദ്ദേശമില്ല. ഹമാസ് കരാർ അംഗീകരിക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും 72 മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കണമെന്നും നിബന്ധനകൾ നിലവിൽ വന്നുകഴിഞ്ഞാൽ ഇസ്രയേലി സേന ഘട്ടം ഘട്ടമായി പിന്മാറണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു.
ഒക്ടോബർ 2023 ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം ഉറപ്പാക്കാനുള്ള മാസങ്ങളായുള്ള ശ്രമങ്ങളിൽ ഇത് നിർണായകമായ വഴിത്തിരിവാകും. ന്യൂസ് ഡെസ്ക് അമൃത TV. ഷട്ട്ഡൌൺ ആശങ്കയിലാണ് അമേരിക്ക. സർക്കാർ ചെലവുകൾക്കുള്ള വാർഷിക ധനവിനിയോഗ ബിൽ വീണ്ടും പരാജയപ്പെട്ടു. തിങ്കളാഴ്ച സെനറ്റിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തും. അതേസമയം ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന ഭീഷണി ആവർത്തിച്ച് വൈറ്റ് ഹൌസ് നിലപാടെടുത്തു. അവശ്യ സേവനങ്ങൾ ഒഴികെ അമേരിക്കൻ സർക്കാർ സേവനങ്ങൾ സ്തംഭിക്കുന്ന അവസ്ഥയാണ് സർക്കാർ ഷട്ട്ഡൌൺ. 2026 തുടക്കം വരെയുള്ള ചെലവുകൾക്കായി 12ഓളം ബില്ലുകൾ പാസ്സാകേണ്ടതുണ്ട്. എന്നാൽ രണ്ടാം തവണയും ബിൽ പരാജയപ്പെട്ടതോടെ കൂടുതൽ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ് അമേരിക്ക. ഒക്ടോബർ 1 മുതൽ ആരംഭിച്ച ഷട്ട്ഡൌൺ 4ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയിലെ വിവിധ മേഖലകൾ സ്തംഭനാവസ്ഥയിലാണ്. സർക്കാർ ധനസഹായം തടസ്സപ്പെട്ടതോടെ നാസയുടെ പ്രവർത്തനങ്ങൾ നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച നാസയുടെ വെബ്സൈറ്റിൽ അറിയിപ്പും നൽകിയിട്ടുണ്ട്. ബഹിരാകാശ ശാസ്ത്ര ഗവേഷണം മുതൽ പൊതുജന സമ്പർക്കം വരെയുള്ള നാസയുടെ മിക്ക പദ്ധതികളും താൽക്കാലികമായി നിർത്തിവെച്ചു. കൂടാതെ ദേശീയ സുരക്ഷ, ആരോഗ്യ പദ്ധതികളടക്കം തടസ്സപ്പെടുന്ന നിലയിലെത്തിയതോടെ സമവായത്തിനായി തീവ്രശ്രമം നടക്കുകയാണ്. എന്നാൽ രണ്ടാം തവണയും ബിൽ പരാജയപ്പെട്ടതോടെ ഇനിയും കൂടുതൽ സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ടി വരുമെന്നും ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നുമുള്ള ഭീഷണിയുമായി വൈറ്റ് ഹൌസ് രംഗത്തെത്തി. 7.5 ലക്ഷം ജീവനക്കാർ അവധിയിൽ പ്രവേശിച്ചു. 5 ലക്ഷത്തോളം പേരെ പ്രതിസന്ധി ബാധിക്കും. സർക്കാർ സേവനങ്ങൾ നിലയ്ക്കുന്നത് സാധാരണക്കാരെയും ബാധിക്കുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഒക്ടോബർ 1 മുൻപ് US കോൺഗ്രസ് പാസാക്കുന്നതാണ് അമേരിക്കയിലെ രീതി. എന്നാൽ ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിലെത്താനായില്ല. ഗവൺമെന്റിന്റെ പ്രവർത്തന ചെലവിന് ഫണ്ട് ഉറപ്പാക്കാനുള്ള താൽക്കാലിക ഫണ്ടിംഗ് ബിൽ സംബന്ധിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലെ ഭിന്നത രൂക്ഷമായതും പ്രതിസന്ധിക്ക് കാരണമായി. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്ക് കൂടിയുള്ള ഫണ്ടിംഗ് ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബില്ലിൽ ഇനി കൂട്ടിച്ചേർക്കലുകൾ സാധിക്കില്ലെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാട്. അതേസമയം ആരോഗ്യ പരിരക്ഷാ വിഷയത്തിലെ ഈ പോരാട്ടം 2026 ഇടക്കാല തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന വിഷയത്തിൽ കേരള കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 7 സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. അധ്യാപക നിയമന പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ബന്ധപ്പെട്ടവരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഭീഷണിയുടെ സ്വരം അവസാനിപ്പിച്ച് അഭിപ്രായ സമന്വയ വഴിയിലേക്ക് വരണമെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തുന്ന പ്രസ്താവനകൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്നാണ് കേരള കോൺഗ്രസിന്റെ ആരോപണം. വിവിധ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് കീഴിൽ വരുന്ന എയ്ഡഡ് സ്കൂളുകളോടും അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ശബ്ദം ഉയർത്തുന്ന വിവിധ ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാരോടും ശത്രുതാപരമായ നിലപാടാണ് സംസ്ഥാന സർക്കാരും മന്ത്രിമാരും സ്വീകരിക്കുന്നത്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് NSS മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന് സർക്കാർ അംഗീകാരം നൽകിയത് സ്വാഗതാർഹമാണ്. ഇതോടൊപ്പം തന്നെ സമാന സ്വഭാവമുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും നിയമനാംഗീകാരം ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ള സുപ്രീം കോടതി വിധിയുടെ ആനുകൂല്യം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുവദിച്ചു നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഗവൺമെന്റും ഈ വിഷയങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ ഉള്ള പ്രചരണങ്ങൾ ഇപ്പോൾ അടിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് തെറ്റായ നിലപാടാണ്. ഏറ്റവും വിലപ്പെട്ട സംഭാവന നൽകിയ ക്രൈസ്തവ സഭയെയും ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും LDF ഗവൺമെന്റും ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തെറ്റായ സമീപനം ജനാധിപത്യ കേരളത്തിന് ഭൂഷണമല്ല. ആ സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, സമാന സ്വഭാവമുള്ള മറ്റ് സൊസൈറ്റികൾക്കും വിദ്യാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഈ വിധി ബാധകമാക്കാവുന്നതാണ്. അത് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്ന പ്രസക്തമായൊരു കാര്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി സ്കൂളുകളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർക്കാം. തെരഞ്ഞെടുപ്പുകൾ അടുത്തപ്പോൾ ക്രൈസ്തവ സഭയും ചില UDF MLA-മാരും ജാതിക്കാർഡ് പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഭീഷണിയുടെ സ്വരം അവസാനിപ്പിച്ച് അഭിപ്രായ സമന്വയത്തിന്റെ വഴിയിലൂടെ അധ്യാപക സംവരണ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകണം. ഭിന്നശേഷിക്കാരിൽ നിന്നും അർഹത നേടിയവർക്ക് യഥാസമയം അധ്യാപക നിയമനം നടപ്പാക്കി കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും കേരള കോൺഗ്രസ് ആരോപിച്ചു. അധ്യാപക നിയമന വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ സമരപരിപാടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 7 സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്ത് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. തിരുവനന്തപുരം ഗോർഖി ഭവനിൽ ഉച്ചയ്ക്ക് 2 ധനമന്ത്രി KN ബാലഗോപാൽ ടിക്കറ്റ് നറുക്കെടുക്കും.
ആകെ 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റഴിച്ചത്. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകളുടെ വിൽപ്പന നടന്നത് പാലക്കാടാണ്. 14 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ പാലക്കാട് ജില്ലയിൽ വിറ്റു. 500 രൂപ വിലയുള്ള ടിക്കറ്റിന് 1 കോടി രൂപ വീതം 20 പേർക്കാണ് രണ്ടാം സമ്മാനം. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പൂജാ ബെമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. 12 കോടി രൂപയാണ് പൂജാ ബെമ്പറിന്റെ ഒന്നാം സമ്മാനം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആദരം ഇന്ന്. മലയാളം വാനോളം ലാൽ സലാം എന്ന പേരിൽ നടക്കുന്ന പരിപാടിക്ക് വൈകിട്ട് 5-ന് സെൻട്രൽ സ്റ്റേഡിയമാണ് വേദിയാകുന്നത്. സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ അതിഥികളാകും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിപാടിയുടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. വയനാട്ടിൽ നിക്ഷിപ്ത വനഭൂമി എന്ന് കാണിച്ച് വനം വകുപ്പ് പിടിച്ചെടുത്ത ഭൂമിക്കായി കാഞ്ഞിരത്തിനാൽ കുടുംബം നടത്തുന്ന പോരാട്ടത്തിൽ വഴിത്തിരിവ്. ജില്ലാ കളക്ടർ DR മേഘശ്രീ ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഖേന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച പുതുക്കിയ റിപ്പോർട്ടിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് കുടുംബം. ഭൂമിക്കായി 10 വർഷത്തോളമായി കാഞ്ഞിരത്തിനാൽ ജെയിംസ് കളക്ടറേറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരത്തിലാണ്. കളക്ടറുടെ പുതിയ റിപ്പോർട്ടിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാഞ്ഞിരത്തിനാൽ കുടുംബം. വനംവകുപ്പ് അന്യായമായി പിടിച്ചെടുത്ത ഭൂമിയുടെ അവകാശത്തിനായി കാഞ്ഞിരത്തിനാൽ കുടുംബം 4 പതിറ്റാണ്ടായി നിയമപോരാട്ടത്തിലാണ്. മരുമകൻ ജെയിംസ് കളക്ടറേറ്റിന് മുന്നിൽ കഴിഞ്ഞ 10 വർഷമായി സമരം തുടരുകയാണ്. കുടുംബത്തിന്റെ പരാതിയിൽ ഒട്ടേറെ തവണ റവന്യൂ വകുപ്പ് സ്ഥലം പരിശോധനകൾ നടത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പ്രശ്നപരിഹാരത്തിനായി കുടുംബാംഗങ്ങളുമായി ചർച്ചയും നടത്തി. ഇതിന്റെ തുടർച്ചയായാണ് കളക്ടറുടെ പുതിയ റിപ്പോർട്ട്. കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ കൈവശത്തിലുണ്ടായിരുന്ന 12 ഏക്കറിൽ 75 സെന്റ് കൃഷിഭൂമിയാണെന്ന് 1985 ഫോറസ്റ്റ് ട്രിബ്യൂണൽ വിധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 75 സെന്റ് ഭൂമി വനംവകുപ്പ് ഒഴിവാക്കിയത്. ഇതിനാൽ നോട്ടിഫിക്കേഷൻ, സ്കെച്ച് എന്നിവ വനംവകുപ്പിൽ നിന്നും ലഭ്യമാക്കണമെന്നും പുതിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നോട്ടിഫിക്കേഷനും സ്കെച്ചും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ടാൽ വനംവകുപ്പ് ഹാജരാക്കുകയും ചെയ്താൽ കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നത്തിൽ നിർണായകമാകും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നേരത്തെ കാഞ്ഞിരത്തിനാൽ കുടുംബാംഗങ്ങളെ കളക്ടർ DR മേഘശ്രീ നേരിൽ കാണുകയും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ഭൂമി പ്രശ്നത്തിൽ അടിയന്തര ജുഡീഷ്യൽ അന്വേഷണം ശുപാർശയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. അമൃത ന്യൂസ്, വയനാട്. തൃശൂർ പരിയാരം മേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച കുന്നപ്പള്ളി കാഞ്ഞിരപ്പള്ളി പാലത്തിന് വേണ്ടിയുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് നീളുകയാണ്. ചാലക്കുടി പുഴയിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന പാലത്തിനുള്ള ഭരണാനുമതി വർഷങ്ങൾക്ക് മുൻപേ ലഭിച്ചുവെങ്കിലും സാങ്കേതിക അനുമതി അടക്കമുള്ള നടപടികൾ വൈകുന്നു. കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള 10.28 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന പാലത്തിനായി 2022 പദ്ധതി രേഖ സമർപ്പിച്ചിരുന്നു. സ്ഥലം വിട്ടു നൽകുന്നത് സംബന്ധിച്ച ചില പ്രാദേശിക അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. 2016-17 വർഷത്തെ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പാലത്തിനുള്ള തുക അനുവദിച്ചത്. തുടർന്ന് സർവേ നടപടികളും മണ്ണു പരിശോധനയും പൂർത്തിയാക്കി. പാലത്തിന്റെ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് 2023 കിഫ്ബി അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പാലം പണി ഇപ്പോഴും ഒരു സ്വപ്നമായി തുടരുകയാണ്. കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാതയെയും കുന്നപ്പള്ളി ഭാഗത്ത് മുരിങ്ങൂർ ഏഴാറ്റുമുഖം റോഡിനെയും ബന്ധിപ്പിച്ചാണ് പാലം നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. പാലം പണി വൈകുന്നതിനാൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയ വർക്കാണ്. 10,28,00,000 രൂപ അനുവദിക്കപ്പെട്ട വർക്കാണ്. ഇതുവരെ അതിന് തറക്കല്ലിടുന്നതിനോ പാലം നിർമ്മിക്കുന്നതിനോ ആവശ്യമായ അതിൻ്റെ ഒരു പുരോഗതിയും നാളിതുവരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. നിരവധി തവണ നമ്മൾ ഈ ഫയലിൻ്റെ പുറകെ പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ MLA ആയ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി MLAയുടെ അടുത്ത് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പദ്ധതിക്ക് വേണ്ടി ഒരു പ്രത്യേക യോഗം എല്ലാ പഞ്ചായത്തുകൾ, മേലൂർ പരിയാരം പഞ്ചായത്തുകളെ സംയുക്തമായി സംഘടിപ്പിച്ച് യോഗം ചേർന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളെ കൂടി പങ്കെടുപ്പിച്ച് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ യോഗം വിളിക്കാൻ നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ യോഗം വിളിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പാലം പണി പൂർത്തിയായാൽ ടൂറിസം മേഖലകളായ ഏഴാറ്റുമുഖം, അതിരപ്പള്ളി ഭാഗങ്ങളിലേക്ക് ഇരുവശങ്ങളിലൂടെയും എളുപ്പം എത്താനാകും. അതുപോലെ എറണാകുളം ഭാഗത്തു നിന്നുള്ളവർക്ക് പരിയാരമടക്കമുള്ള മലയോര ഗ്രാമങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയും. പാലം വന്നാൽ മേലൂർ, പരിയാരം പഞ്ചായത്ത് പ്രദേശങ്ങളുടെയും തുമ്പൂർമുഴി, വിരിപ്പാറ, അതിരപ്പള്ളി, വാഴച്ചാൽ, ചാർപ്പ, മലക്കപ്പാറ ടൂറിസം മേഖലകളുടെയും വൻ വികസന കുതിപ്പിനും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, തൃശൂർ.
പാലം വന്നാൽ ഉപകാരപ്രദമാകുന്നത് പ്രദേശവാസികൾക്കാണ്. നിലവിൽ കിലോമീറ്ററുകൾ വളഞ്ഞ് മറുകരയിലെത്തേണ്ട സാഹചര്യമാണ് പ്രദേശവാസികൾക്ക്. അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഒരു 2-3 വട്ടം നമ്മൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാവരും ഇവിടെ വന്ന് 2 വട്ടം സൈറ്റ് വിസിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യഘട്ടത്തിൽ അതിലുണ്ടായിരുന്നൊരു പ്രശ്നം, ഒരു ഭൂമി 2ആയി പിരിഞ്ഞു പോകുന്നു എന്നുള്ളതുകൊണ്ട് പതുക്കെ ഒരു ചേഞ്ച് വരുത്തി അതിൻ്റെ ഡിസൈനിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുന്ന പ്രവർത്തനം ഉണ്ടായിരുന്നു. അത് അവർ വന്ന് സൈറ്റ് വന്ന് നോക്കി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 6-8 മാസമായി. അതിനിടയിൽ ഒരു വട്ടം കൂടി കിഫ്ബിക്കാർ ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. പക്ഷേ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇവിടെ പാലം കുറേ കാലങ്ങളായി പാലം വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ കാത്തിരുന്ന് ആകെ മുഷിഞ്ഞു. ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചാലക്കുടി ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് ഇവിടെ പലപ്പോഴും പാലങ്ങളും അതൊക്കെ കേട് വന്നിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയും വഞ്ചിയുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ അതിരപ്പള്ളിക്ക് പോകണമെങ്കിൽ തന്നെ കുറേ സമയം എടുത്തിട്ടാണ് നമുക്ക് എത്താൻ പറ്റില്ല. ഈ പാലം ഉണ്ടെങ്കിൽ 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് അതിരപ്പള്ളിക്ക് പോകാനും ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാനും വളരെ നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ ഇത്ര നാളായിട്ടും വേറെ നടപടികളൊന്നും അവർ എടുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിൻ്റെ ജസ്റ്റ് ചെക്ക് ചെയ്ത് പോകുന്നു അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതായത് ഇവിടെ സർക്കാർ സാങ്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പത്രവാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. എന്നാലും അതിന് ഫലപ്രദമായ രീതിയിൽ ഒരു പ്രവർത്തനങ്ങളും ഇവിടെ ഞങ്ങൾ കാഴ്ചയിൽ പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതാണ് ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത്. അതിരപ്പള്ളിക്ക് പോകാനാണെങ്കിലും ഈ റോഡിനേക്കാളും നല്ലതാണ്. കാരണം രാത്രിയൊക്കെ നമുക്ക് അവിടെ ഒരു ആന ഇറങ്ങുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. ഈ റോഡാകുമ്പോൾ കുറച്ചും കൂടി സേഫായിട്ട് പോകാൻ പറ്റും. 14-ാം വയസ്സിൽ ഇംഗ്ലീഷിൽ 2ാം കവിതാ സമാഹാരം പുറത്തിറക്കാനൊരുങ്ങി 9ാം ക്ലാസ്സുകാരി. കണ്ണൂർ സ്വദേശിയും ഹൈദരാബാദിൽ താമസക്കാരിയുമായ താമര നമ്പ്യാരാണ് സാഹിത്യ രചനാ രംഗത്തേക്ക് ചുവടുറപ്പിക്കുന്നത്. പുതിയ കവിതാ സമാഹാരം ബ്രൂയിസസ് ആൻഡ് ബട്ടർഫ്ലൈസ് തിരുവനന്തപുരത്ത് പ്രശസ്ത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്യും. With its broken wings, both bruised and torn, it flies on, happy with its solitude and simple life. 5ാം വയസ്സിൽ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലെത്തിയപ്പോഴാണ് തൻ്റെ ഒരു ദിവസത്തെ സന്തോഷം കുഞ്ഞു താമര പേപ്പറിലേക്ക് പകർത്തിയത്. ഇത് കണ്ട മുത്തശ്ശനാണ് താമരയിലെ രചനാശേഷിയെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനം നൽകിയത്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള 45ഓളം കവിതകൾ അടങ്ങിയതാണ് ആദ്യ കവിതാ സമാഹാരമായ അൺഡിസ്കവേർഡ്. 2ാം കവിതാ സമാഹാരം ബ്രൂസസ് ആൻഡ് ബട്ടർഫ്ലൈസ് അടുത്ത ദിവസം പുറത്തിറങ്ങും. ഇതിൽ കുറേ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. They were very random, so the universe, nature, adellam, and like emotions, random topics aayirunnu. It's about nature and different animals like butterflies, leopards, adellam, and also it's about emotions. So the book is called Bruises and Butterflies. Bruises is about the different things that you go through growing up, like the different challenges or obstacles or the pain, and then butterflies is about the hope and the transformation into something better. ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ താമരയുടെ പുതിയ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യും. പുതിയ നോവലിൻ്റെ എഴുത്തുപുരയിലുള്ള താമര വയലിനിലും പാട്ടിലും തൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് അഗാഖാൻ ഇൻ്റർനാഷണൽ അക്കാദമിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ താമരയ്ക്ക് ആഫ്രിക്കയിലെ കെനിയയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള സ്കോളർഷിപ്പും ലഭിച്ചിട്ടുണ്ട്. Good things don't last, and life moves so fast. I never ask who is better. കവിതാ സമാഹാരവും നോവലുമൊക്കെയായി സാഹിത്യരംഗത്തേക്ക് ചുവടുറപ്പിക്കുന്ന താമര നമ്പ്യാർ കണ്ണൂർ സ്വദേശി ജയദീപ് കൃഷ്ണന്റെയും ലക്ഷ്മി നമ്പ്യാരുടെയും മകളാണ്. ചന്ദ്രജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പണത്തിൻ്റെയും ലാഭത്തിൻ്റെയും ലോകത്ത് കാരുണ്യത്തിൻ്റെ കരസ്പർശം മാത്രം ആശ്രയിച്ച് മറ്റുള്ളവർക്കായി ജീവിക്കുന്ന ഒരു കുടുംബം. അതാണ് തൃശ്ശൂർ മുളങ്കുന്നത്തുകാവിലെ മത്സ്യക്കച്ചവടം നടത്തുന്ന ബാബുവും കുടുംബാംഗങ്ങളും. ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി മത്സ്യം നൽകുന്ന ബാബുവിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രവൃത്തി ഇന്ന് സമൂഹത്തിന് മുന്നിൽ വലിയൊരു സന്ദേശമായിരിക്കുകയാണ്.
കച്ചവടത്തിനായി കടം വാങ്ങിയും ലോണെടുത്തും വീട്ടുചെലവുകൾ തീർത്ത് ജീവിക്കുന്ന ബാബുവും കുടുംബവും കഴിഞ്ഞ 4 മാസമായി ഒരു അപൂർവ സേവനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ക്യാൻസർ രോഗികൾക്ക് 1/2 കിലോ മത്സ്യമാണ് സൗജന്യമായി നൽകുന്നത്. ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന രോഗിയുടെ തിരിച്ചറിയൽ കാർഡ് മാത്രം കാണിച്ചാൽ മതിയാകും. അതോടെ 1/2 കിലോ മത്സ്യം സൗജന്യമായി ലഭിക്കും. സ്ഥിരമായി വരുന്ന രോഗികളും കുടുംബങ്ങളും ബാബുവിനോട് നന്ദി പറയുമ്പോൾ അദ്ദേഹം വെറുമൊരു പുഞ്ചിരിയോടെയാണ് മറുപടി നൽകുന്നത്. തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചപ്പോൾ മരുന്നുകളുടെ അമിത ചെലവും കുടുംബത്തിന്റെ വേദനയും നേരിൽ കണ്ടു. അന്നു മുതലാണ് ബാബു ഇത്തരമൊരു തീരുമാനമെടുത്തത്. നമ്മുടെ ബന്ധത്തിലൊരു ആൻറ്റിക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു. പഠിത്തമാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അത് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ കുറേ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതായത് ഫുട്പാത്തിലും അവിടെയൊക്കെ തൃശ്ശൂർ മീൻ മാർക്കറ്റിൽ ഞാൻ ജോലിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് വാടകയ്ക്കും ഫുട്പാത്തിലും അങ്ങനെ ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ എനിക്കിത് ദയവായിട്ട് സാധിപ്പിച്ചു തന്നു. ഒരു വീട് നമുക്ക് വരുമാനത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ മീനിൻ്റെ അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മീനിൻ്റേതായിട്ട് ഒരു 1/2 കിലോ, അതായത് വലിയ മീനുകളും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് സാധിക്കണത് എന്നെ കൊണ്ട് സാധിക്കാവുന്ന, എനിക്ക് വലിയ സംഖ്യ ലോണുണ്ട്, മാസത്തിൽ വലിയ ലോണുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ കൊടുക്കും. വരണവരെ ഞാൻ മടക്കി വിടില്ല, തീർച്ചയായിട്ടും എന്തെങ്കിലും കൊടുക്കും. ഒരു കാലത്ത് വാടക വീട്ടിൽ താമസിച്ചും ഫുട്പാത്തിൽ മീൻ കച്ചവടം ചെയ്തും കുടുംബം പോറ്റിയിരുന്ന ബാബു ഇന്ന് സ്വന്തം വീടും കടയും നേടിയിട്ടും ജീവിതത്തിൽ കണ്ട കഷ്ടപ്പാടുകൾ മറന്നില്ല. വിശപ്പിന്റെ വേദന സഹിക്കാൻ പറ്റില്ല. കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ബാബുവിന്റെ പിതാവ് ജോർജിന്റെ ആ വാക്കുകൾ ഇന്നും ചെവിയിൽ മുഴങ്ങുന്നുവെന്നും ബാബു പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പോയി വരുന്നവർ ബോർഡ് കണ്ട് കടയിലെത്താറുണ്ട്. അവരെ സഹായിക്കാനാകുമ്പോൾ വലിയ സന്തോഷമാണെന്നും ബാബു അഭിപ്രായപ്പെടുന്നു. അമൃത ന്യൂസ്, തൃശൂർ. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റാലികൾക്കും പൊതുസമ്മേളനങ്ങൾക്കും താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരം നിരോധനങ്ങൾ എത്രത്തോളം ഫലവത്താകുമെന്നത് ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, എന്താകും വിജയുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ളതും. ഈ വിഷയം വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. നമസ്കാരം. സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി സ്വന്തം നാട്ടുകാരെയും വീട്ടുകാരെയും പല പേരുകളിലായി പല വേഷങ്ങളിലായി സിനിമകളിൽ രക്ഷിച്ച നായകൻ, സമൂഹത്തെ രക്ഷിക്കുന്ന പല വെറൈറ്റി സിനിമകളിലും അഭിനയിച്ച് ബോക്സ് ഓഫീസ് ഹിറ്റ് നേടിയ നടൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കും? അതാണ് നടൻ വിജയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റീൽ അല്ല റിയൽ എന്ന തിരിച്ചറിവ് വിജയ്ക്കും തമിഴ് ജനതയ്ക്കും ഇപ്പോഴെങ്കിലും ഉണ്ടായി കാണുമോ? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീജ ഈ സൂചിപ്പിച്ചതുപോലെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഒരു രാഷ്ട്രീയ പ്രവേശനം. 35 വർഷത്തെ സിനിമാ ജീവിത ഒരു അനുഭവമുണ്ട്. അത് മതിയാകുമോ ഈ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനായിട്ട്? രാഷ്ട്രീയവും സിനിമയും ഒക്കെ ഇഴകലർന്നൊരു മണ്ണ് തന്നെയാണ് തമിഴകം. പക്ഷേ വിജയെ സംബന്ധിച്ചാണെങ്കിൽ വിജയ്ക്ക് വേണ്ടത്ര ഒരു പക്വതയില്ലായ്മ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി എന്നാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു ഉദാഹരണം, ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചു. ആ സമയത്ത് ഒളിച്ചോടുന്നൊരു വിജയാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് വിജയ് ചെയ്തത്. 24 മണിക്കൂർ 48 മണിക്കൂറൊക്കെ വളരെ നിർണായകമായ സമയമാണ്. ആ സമയത്ത് ചെന്നൈയിലേക്ക് പറക്കുകയാണ് വിജയ്. അവിടെയാണ് പക്വതയാർന്ന ഒരു രാഷ്ട്രീയക്കാരനായ സ്റ്റാലിനെ നമ്മൾ കാണുന്നത്. സ്റ്റാലിൻ ആ സമയത്ത് ഈ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തുന്നത് നമ്മൾ കണ്ടു. ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്റ്റാലിനെയാണ് കണ്ടത്. പിന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം വിജയുടെ പക്വതയില്ലാത്ത പ്രതികരണങ്ങളാണ്. പലപ്പോഴും DMK ആക്രമിക്കുന്നത് കണ്ടു. വേണം, സർക്കാരിനെയാണ് ആക്രമിക്കേണ്ടത്, അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരേണ്ടത്. പക്ഷേ പലപ്പോഴും ആ ആക്രമണങ്ങൾ വ്യക്തിപരമായി പോകുന്നു എന്നുള്ളൊരു കാര്യം അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അപ്പോഴും ഞാൻ എടുത്തു പറയുന്നത് സ്റ്റാലിൻ്റെ ആ ഒരു കൂർമ്മ ബുദ്ധി തന്നെയാണ്. ഇത്രയധികം താരപരിവേഷമുള്ള വിജയെ കടന്നാക്രമിക്കുന്നത് ഒരിക്കലും തനിക്ക് ഗുണമാകില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഈ ദുരന്തം സംഭവിച്ചപ്പോൾ പോലും സ്റ്റാലിൻ്റെ പ്രതികരണം എന്തായിരുന്നു? സ്റ്റാലിൻ പറഞ്ഞത്, ഒരിക്കലും ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് തങ്ങളുടെ അണികൾ അല്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. ഒരിക്കലും വിജയ് അദ്ദേഹം നേരിട്ട് ആക്രമിച്ചിട്ടില്ല. നേരെ മറിച്ച് വിജയാകട്ടെ ഒരു വീഡിയോ ചെയ്തു. 2-3 ദിവസങ്ങൾക്കപ്പുറമാണ് വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ പോലും അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. സ്വാഭാവികമായും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് വിജയ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ സ്റ്റാലിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വിജയാണ് കണ്ടത്.
ഇതൊക്കെ ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മ തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? വിജയ് എന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു നായകൻ സിനിമയിലേക്ക് കടക്കുമ്പോൾ വലിയൊരു ജനപിന്തുണയാണ് ലഭിക്കുന്നത്. ഈ തമിഴ് രാഷ്ട്രീയം എടുത്താൽ നമുക്ക് മനസ്സിലാകും. അതായത് അണ്ണാദുരൈ മുതൽ ഇപ്പോൾ സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്നു, ഇപ്പോൾ വിജയ് വരെ എത്തി നിൽക്കുന്നു. ഇവർക്കൊക്കെയും ഒരു സിനിമാ പരിചയമുണ്ട്, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സിനിമയാണ്. വിജയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2026 എന്ന് പറയുന്ന നിർണായക വർഷമാണ്. വിജയ് മാത്രമല്ല, തമിഴ് രാഷ്ട്രീയത്തെ മൊത്തം സംബന്ധിച്ച്. അതെ, കാരണം 2026 മത്സരിക്കുന്ന മുഖ്യമന്ത്രി വരെ ആകുമെന്ന് വിജയ് തന്നെ പറയുകയാണ്. അത് സ്റ്റാലിനെ സംബന്ധിച്ച് തങ്ങളുടെ കയ്യിൽ നിന്നും ഈ രാഷ്ട്രീയം പോകുമോ, വീണ്ടും പ്രതിപക്ഷത്തേക്കാകുമോ എന്നൊരു ആശങ്ക സ്റ്റാലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയ് അവിടെ ഒരു പൊതുസമ്മേളനം നടത്താനായി വരുമ്പോൾ പോലീസ് അനുമതി കൊടുക്കാതിരിക്കുന്നു. വീണ്ടും അനുമതി ചോദിക്കുമ്പോഴേക്കും തരില്ല എന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നു. അതിനുശേഷം വളരെ വൈകിയാണ് അനുമതി കൊടുക്കുന്നത്. ആസൂത്രിതമായി ആരോ ഈ കയറി തനിക്ക് എതിരെ പണി തരാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് വിജയ് ഇതിനെ കാണുന്നത്. ഒന്നും രണ്ടുമല്ല ജീവൻ നഷ്ടമായത്. ഈ പറയുന്നത് പോലെ എത്രയധികം ആളുകൾക്കാണ് പരിക്കേറ്റത്. ഇത് സ്റ്റാലിൻ പറയുകയാണ്, വളരെ ബുദ്ധിപൂർവ്വം സ്റ്റാലിൻ പറയുന്നുണ്ട്, രാഷ്ട്രീയപരമായി ഒരു പ്രതികരണത്തിനും ഈ സമയത്ത് ഞാൻ തയ്യാറല്ല എന്ന് സ്റ്റാലിൻ പറയുമ്പോൾ വിജയ് പറയുകയാണ്, ഇല്ല, ഇതിൽ സ്റ്റാലിന് മാത്രമാണ് പങ്കുള്ളത്. താൻ വിജയിച്ച് മുന്നേറുമ്പോൾ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന്, തൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് അവിടെ ഒരു സ്റ്റോപ്പ് ഇടാനായി സ്റ്റാലിൻ നടത്തിയൊരു പ്രവർത്തനമായിട്ടാണ്, ഒരു ഹീന പ്രവൃത്തിയായിട്ടാണ് വിജയ് ഇതിനെ കണക്കാക്കുന്നത്. ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ശ്രീജയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും ഈ പറഞ്ഞതുപോലെ വിജയ് ഉദിച്ചുയർന്നൊരു താരമായി, ഒരു മാസ് എൻട്രി ആയിരുന്നു വിജയുടെ. പക്ഷേ ഐശ്വര്യ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിജയ് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അത് ഞാൻ അംഗീകരിക്കില്ല. കാരണം വിജയ് അല്പം സമയം എടുത്തിട്ടുണ്ട്. വിജയുടെ ചിത്രങ്ങളിൽ എന്നു മുതൽ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ നമുക്ക് മനസ്സിലാക്കാം ഒരു രാഷ്ട്രീയ പ്രവേശനം അപ്പോൾ തന്നെ മണത്തിരുന്നു. അതുമാത്രമല്ല, തൻ്റെ ഈ ഫാൻസ് അസോസിയേഷൻ അദ്ദേഹം ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുകയായിരുന്നു പാർട്ടിയായി. അപ്പോഴൊക്കെ വിജയ് എന്നുള്ള ഒരു നടൻ ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നതാണ് കണ്ടത്. ആളെ കൂട്ടുന്നത് കണ്ട് DMK മാത്രമല്ല മറ്റൊരുപാട് പാർട്ടികൾ നെഞ്ചിടിപ്പോടെയാണ് അത് കണ്ടത്. അവരൊക്കെ അസ്വസ്ഥരാണ്. അതെ, തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വിജയോട് അടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതിലൊക്കെ വ്യക്തമായ രാഷ്ട്രീയം തന്നെയുണ്ട്. DMK സംബന്ധിച്ച് പക്ഷേ അവർ പക്വതയോടുകൂടി വളരെ ലൈറ്റായിട്ടാണ് ഡീൽ ചെയ്തത് എന്നുള്ളതാണ്. എങ്ങനെ വേണം എന്നുള്ളൊരു കാര്യം വിജയെ ഒതുക്കി തീർക്കാൻ ഒരു അവസരം കിട്ടും എന്നവർ കാത്തിരുന്നു. ആ ഒരു അവസരം വന്നു ചേർന്നതായിരുന്നു ഈ കരൂർ ദുരന്തത്തിൻ്റെ ഒരു രൂപത്തിൽ. ആ സമയത്ത് സമചിത്തതയോടെ വിജയ് പെരുമാറിയില്ല എന്നുള്ളിടത്താണ് വിജയ് എന്നുള്ളൊരു തുടക്കക്കാരൻ്റെ ഒരു തോൽവി എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പറയുകയാണ്. DMK ഈ ഒരു സിറ്റുവേഷൻ കൃത്യമായി മുതലെടുത്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ റാലിയോടുകൂടി മുന്നോട്ട് പോകാനായിരുന്നു വിജയുടെ ഒരു തീരുമാനം. ഇനി എങ്ങനെ ഈ റാലി വിജയ് മുന്നോട്ട് കൊണ്ടുപോകും? കോടതി സമ്മതിക്കുമോ? ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കില്ലേ എന്നുള്ള ചോദ്യം കോടതി സ്വാഭാവികമായി ഉന്നയിക്കില്ലേ? കോടതി സമ്മതിച്ചാൽ തന്നെ എങ്ങനെ ജനങ്ങൾ ഇതിനൊരു പിന്തുണ നൽകുമോ? അതുകൊണ്ട് തന്നെ വിജയുടെ ഒരു രാഷ്ട്രീയ ഭാവി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അങ്ങനെ നിൽക്കുകയല്ലേ ഐശ്വര്യ? ഈ രാഷ്ട്രീയ ഭാവിയാണെങ്കിലും ശരി തന്നെയാണ്, ഈ സിനിമാ ജീവിതമാണെങ്കിലും ശരി തന്നെയാണ്, ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. കാരണം ഇത്ര പക്വതയില്ലാതെ ഒരു നേതാവ് പെരുമാറി കഴിഞ്ഞാൽ ആ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു നായകൻ്റെ സിനിമ ഇനി ജനങ്ങൾ എങ്ങനെ കയ്യിലെടുക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഈ ആൾക്കൂട്ട ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ആദ്യത്തെ സംഭവമല്ല. ഇതിന് മുൻപ് ഇതെടുത്തു കഴിഞ്ഞാൽ IPL ജയിക്കുന്നു, RCB ജയിക്കുന്നു. ജയിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഹൈദരാബാദിൽ വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. എന്നിട്ട് നമ്മുടെ ജനത ഇതൊന്നും കണ്ടിട്ട് പഠിച്ചിട്ടില്ല. കാരണം തിക്കിലും തിരക്കിലും എത്രയധികം ആളുകളാണ് ജീവൻ നഷ്ടമായത്, എത്ര പേർക്കാണ് പരിക്കേറ്റത്. പക്ഷേ അത്തരം ഉദാഹരണങ്ങൾ മുൻപിലുണ്ടെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അത്രയേറെ കൊടികുത്തി വാഴുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു ആൾക്കൂട്ടം അതിന് പിന്നാലെയാണ്. വിജയുടെ ഈ ഒരു റാലിയിലും സംഭവിച്ചത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നതും പരിക്കേറ്റതും ഒക്കെ കുട്ടികൾക്കാണ്. അത് ഈ വീട്ടുകാരുടെ ഒരു പക്വത ഇല്ലായ്മയാണ്. അല്ലെങ്കിൽ കുട്ടികളെ ഉപയോഗിച്ച് ഈ ഒരു നേതാവിനെ കാണാനും ഈ പറഞ്ഞതുപോലെ താരപരിവേഷമുള്ള ആളാണ്, വിജയാണ്, തമിഴ് സിനിമയെ കൊടുകുത്തി വാഴുന്ന നായകനാണ്. ആ ഒരു നായകനെ കാണാനായിട്ട് ഈ ആളുകളൊക്കെയും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി അത്രയും വലുതായിരുന്നു. നമുക്ക് മുന്നിൽ 1 2 അല്ല ഉദാഹരണങ്ങളുള്ളത്. എത്ര ആൾക്കൂട്ട ദുരന്തങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വിജയെ പോലെ തന്നെ ജനങ്ങളും ഇത് പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും മരണങ്ങളും ഉണ്ടായത്, അല്ലേ ഐശ്വര്യ? ഞാൻ ഈ ഒരു ദുരന്തത്തിൽ 2 പേരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സർക്കാരിനെയും ഒന്ന് വിജയെ തന്നെയാണ് ആദ്യമായി ഞാൻ കുറ്റപ്പെടുത്തുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു താനൊരു
സിനിമാ നടനാണ്, അപ്പോൾ തന്നെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ എത്തിച്ചേരുമെന്നുള്ളത്. അവിടെ ആ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ സാധിച്ചില്ല എന്നുള്ളത് ഒരു കാരണം. അദ്ദേഹം വളരെ വൈകിയാണ് ആ സ്ഥലത്ത് എത്തിയത്. ആളുകൾ വിശന്നു വലഞ്ഞ് കാത്തിരിക്കുകയാണ്, വിജയ് എന്ന നടനെ കാത്തിരിക്കുകയാണ്, രാഷ്ട്രീയ നേതാവിനെ കാത്ത് നിൽക്കുകയാണ് ആളുകൾ. അവർക്ക് നേരെ അദ്ദേഹം ഇങ്ങനെ വെള്ളമൊക്കെ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അത് എത്തിപ്പിടിക്കുകയാണ് ആളുകൾ. അവരെ സംബന്ധിച്ച് ഒരു നടനിൽ നിന്ന് അത് കൈക്കലാക്കുന്നു എന്നത് അവർ ഒരുപക്ഷെ ദാഹത്തേക്കാൾ ഉപരി അവരെ സംബന്ധിച്ച് ഒരു നടനിൽ നിന്നാണല്ലോ, നടൻ കൈവച്ച ഒരു കുപ്പി കയ്യിൽ കിട്ടുകയാണ്. തമിഴകം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അതൊക്കെ ശരിക്കും ഒരു നേതാവിന് ചേർന്നതാണോ എന്നുള്ളൊരു ചോദ്യം അതവിടെ നിൽക്കട്ടെ. DMK സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും സർക്കാരിന് ഇപ്പോൾ ഊഹിക്കാം, ഇപ്പോൾ 10,000 പേരാണ് വരുമെന്ന് പറയുന്നു, എങ്കിൽ 20,000 പേർക്കുള്ള സൗകര്യം ഒരുക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ബാക്കിയുള്ളവരെ എന്തുകൊണ്ട് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ചോദ്യം അത് തന്നെയാണ് DMK സർക്കാരിനോട് മറ്റു പാർട്ടികളും BJP അടക്കമുള്ളവരൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ അങ്ങനെ തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പ്രവേശനം ഈ സിനിമയിലൂടെ വന്നു എന്ന് കരുതി എല്ലാവരും ശോഭിക്കണം എന്നൊന്നുമില്ല. MGRും ജയലളിതയും ഒക്കെ അല്ലാതെ ഈ ഒരു സ്റ്റാർഡത്തെ ഈ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാൻ മറ്റാർക്കാണ് സാധിച്ചിട്ടുള്ളത്? നമ്മൾ കണ്ടതാണ്. വിജയകാന്ത്, ഒടുവിൽ കമൽഹാസൻ വരെ, അവർ വരെ പരാജയപ്പെട്ടിടത്താണ്. ഒരുപക്ഷെ രജനീകാന്ത് തുടക്കമിട്ടിട്ട് പിന്നോട്ട് പോയതൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ ആകാം. കളികൾ അറിഞ്ഞ് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ കളമറിഞ്ഞ് കളിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിജയെ സംബന്ധിച്ച് വിജയ് നായകനായിട്ടേ ഉള്ളൂ, ഒരിക്കലും വില്ലനായിട്ടില്ല. അപ്പോൾ നായക പരിവേഷത്തിൽ നിന്ന് സിനിമകളൊക്കെയും അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ജനങ്ങളെ കയ്യിലെടുക്കാം, തൻ്റെ ആരാധകരെ ഈ തൻ്റെ തമിഴക വെട്ട് കഴകം എന്ന പാർട്ടിയിലേക്ക് ഉപയോഗിക്കാം എന്ന് വിജയ് കരുതി. പക്ഷേ അവിടെയാണ് വിജയ്ക്ക് തെറ്റിയത്. കാരണം ഇത്തരം അപകടങ്ങളൊന്നും വിജയ് നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എപ്പോഴും കാണേണ്ടത് അങ്ങനെയാണ്. തന്നെ വിശ്വസിക്കുന്ന അണികളെ കാത്തു സൂക്ഷിക്കണം, അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഒരു നേതാവ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അവിടെ തന്നെ വിജയ്ക്ക്, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, അവിടെയാണ് വിജയ്ക്ക് ആദ്യം പിഴച്ചത്. അപകടം ഉണ്ടാകുമ്പോൾ തന്നെ വിജയ് ഈ വരാൻ അത്ര സ്പീഡില്ലായിരുന്നു, പക്ഷെ പോകാൻ നല്ല സ്പീഡാണ് കാണിച്ചത്. അത്ര വേഗത്തിലാണ് വിജയ് ചെന്നൈയിലേക്ക് പറഞ്ഞത്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ ജനം വിലയിരുത്തും വിജയ് എന്നുള്ള ഒരാളെ. എന്തൊക്കെ പറഞ്ഞാലും ഈ രാഷ്ട്രീയം വേറെ, സിനിമ വേറെ തന്നെയാണ്. നമുക്ക് വിജയുടെ ഈ പ്രസംഗങ്ങളൊക്കെ കണ്ടാൽ അറിയാം, സ്റ്റാലിനെതിരെ വളരെ രൂക്ഷമായ ആക്രമണങ്ങളാണ് വാക്കുകളിലൂടെ വിജയ് തൻ്റെ പൊതുസമ്മേളനങ്ങളിലൊക്കെയും റാലികളിലൊക്കെയും നടത്തിയത്. അതിനുശേഷം ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷവും വിജയ് ഉന്നം വയ്ക്കുന്നത് സ്റ്റാലിനെ തന്നെയാണ്. ഈ രാഷ്ട്രീയം അറിയാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഭാവിയിലേക്ക് ഒരു പോക്കിന് അപകടമാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പെട്ടെന്ന് തനിക്ക് ഈ തമിഴക രാഷ്ട്രീയം തൻ്റെ കയ്യിൽ ഒതുങ്ങും, തനിക്ക് മുഖ്യമന്ത്രിയാകാം എന്നൊക്കെ വിജയ് പെട്ടെന്ന് സ്വപ്നം കണ്ടു. അവിടെയാണ് ആ സ്വപ്നങ്ങൾക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വിള്ളൽ അല്ലെങ്കിൽ ഒരു കരുനിഴൽ വീണിരിക്കുന്നത്. ഇനി വിജയുടെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. വിജയ് ജയിലിലാകും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം അല്ലു അർജുൻ്റെ കാര്യം നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഒരു സിനിമ പ്രൊമോഷനായി വന്ന സമയത്ത് ഒരു അത്രയും തിക്കിലും തിരക്കിലും ഒരു പെൺകുട്ടി മരിക്കുന്നു. അതിനുശേഷം അല്ലു അർജുൻ അറസ്റ്റിലാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായ സ്ഥിതിക്ക് അതിലും വിജയ്ക്ക് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളത്. വിജയ് എന്നൊരു വ്യക്തിയെ കണ്ടിട്ടാണ് അത്രയും ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. വിജയ് തൻ്റെ വീഡിയോയിലും കൃത്യമായി പറയുന്നുണ്ട്, ഇതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്, എൻ്റെ സംഘാടകർക്കല്ല, സ്റ്റാലിൻ എനിക്കെതിരെ നടപടിയെടുക്കൂ എന്നും വിജയ് പറയുന്നുണ്ട്. അതിപ്പോൾ വിജയ് പറഞ്ഞില്ല എങ്കിലും കോടതി വിജയ് അപ്പോഴും ഏറ്റെടുത്തിട്ടില്ല. അവിടെ ഞാനൊരു തിരുത്ത് വരുത്തുകയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോടായിക്കോളൂ മുഖ്യമന്ത്രി, എൻ്റെ അണികളോടാകരുത് എന്നുള്ളതാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരുന്നപ്പോഴാണ് വിജയ് എന്നുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ അവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ എതിർത്തത്. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ വരേണ്ടത് തന്നെയാണ്. കാരണം DMK ആണെങ്കിലും ശരി തന്നെയാണ്, അണ്ണാ DMK ആണെങ്കിലും ശരി തന്നെയാണ്, എല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ചെയ്യുന്ന തെറ്റുകൾ, ശരികളെയും തെറ്റുകളെയും, ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പുതിയ രാഷ്ട്രീയ പാർട്ടികളും വേണം എന്നുള്ളത് തന്നെയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ തമിഴക വെട്ട് കഴകം പോലുള്ള പാർട്ടികൾ വരുമ്പോഴേക്കും അവർ ഈ ഇടപെടൽ അല്ലെങ്കിൽ എങ്ങനെ ജനങ്ങളെ കൈകാര്യം ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതും അവർ അത് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ദുരന്തം രാഷ്ട്രീയമാനം കൈവരിച്ചത് എത്ര പെട്ടെന്നായിരുന്നു അല്ലേ? വിജയെ ആക്രമിക്കുന്ന ഒരു വിഭാഗം, DMK ആക്രമിക്കുന്ന മറ്റൊരു വിഭാഗം, ഇവർ തമ്മിൽ പോരടിക്കട്ടെ, അത് കണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും സ്കോർ ചെയ്യാമെന്ന് കരുതി നിൽക്കുന്ന മറ്റൊരു കൂട്ടർ. അങ്ങനെ ഇതൊരു വലിയ രാഷ്ട്രീയ കളിയായി തന്നെ മാറിയിരിക്കുകയാണ് അല്ലേ? എന്തായാലും മാസായിട്ടായിരുന്നു വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ രാഷ്ട്രീയം പറഞ്ഞ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കവെയാണ് നെഞ്ചുലഞ്ഞ കരൂർ ദുരന്തം.
തമിഴകത്ത് രാഷ്ട്രീയ കൊടുങ്കാറ്റായി വീശിയടിക്കാനൊരുങ്ങിയ വിജയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകും? പകുതി പോലും എത്താത്ത റാലി ഇനി പൂർത്തിയാക്കാനാകുമോ? അഥവാ റാലിയുമായി മുന്നോട്ട് പോയാലും അതിന് ജനങ്ങളുടെ പിന്തുണ എത്ര കണ്ടുണ്ടാകും? തമിഴകത്തെ ആകാംക്ഷ തീരുന്നില്ല. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. പോയ വാരം വിപണി എങ്ങനെ വിലയിരുത്തുന്നു? ആഴ്ചയിലെ അവസാന 2 ദിവസങ്ങളിലുണ്ടായ നിക്ഷേപ താല്പര്യത്തോടെ ഈ ഒരാഴ്ച വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ആഗോള സാഹചര്യങ്ങളെല്ലാം തൃപ്തികരം തന്നെയായിരുന്നെങ്കിലും നമ്മുടെ വിപണിയിൽ തുടരുന്ന ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം യുഎസിൻ്റെ താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ആശങ്കയാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്കുണ്ടാവുകയോ അതിൽ ഒരു തീരുമാനം ഉണ്ടാവുകയോ ചെയ്യാത്തിടത്തോളം ഈ അനിശ്ചിതത്വം വിപണിയിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം വിപണിയുടെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ നിക്ഷേപകർ കൂടുതൽ നിക്ഷേപത്തിന് താല്പര്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് GST വരുമാനവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ മികച്ച GST കളക്ഷൻ ഏതാണ്ട് 1,94,000 കോടി രൂപയുടെ GST കളക്ഷനാണ് കഴിഞ്ഞൊരു മാസം രേഖപ്പെടുത്തിയത്. ഇത് ഒരു ഉയർന്ന നിലവാരം തന്നെയാണ്. മാത്രമല്ല GST കുറയ്ക്കുക എന്നുള്ള വലിയൊരു പരിഷ്കരണം, സാമ്പത്തിക പരിഷ്കരണം സർക്കാർ മുന്നോട്ട് വെച്ചതിൻ്റെയും അത് നിലവിൽ വന്നതിൻ്റെയും ഒരു പ്രതികരണം കൂടിയായിരുന്നു അത്. ഇത്തരത്തിൽ ആഭ്യന്തര തലത്തിൽ വിപണിക്കും സമ്പദ്ഘടനയ്ക്കും പ്രോത്സാഹനമാകുന്ന തരത്തിലുള്ള ഒട്ടേറെ പരിഷ്കരണ നടപടികൾ ഉണ്ടായപ്പോഴും അതിൻ്റെ ഒന്നും അനുകൂലമായ പ്രതികരണം വിപണിയിൽ ഇതുവരെ ഉണ്ടായതുമില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം യുഎസിൻ്റെ താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്ക തന്നെയാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് കൂടി പറയാം. രൂപയുടെ മൂല്യത്തിൽ വലിയൊരു ഇടിവ് കഴിഞ്ഞ ഒരു മാസം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഘടകങ്ങളെല്ലാം പ്രതികൂലമായി നിൽക്കുന്നതാണ് വിപണിയെയും പല ദിവസങ്ങളിലും നഷ്ടത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വിപണിയിൽ ഒരു ഉണർവുണ്ടായേക്കും, അല്ലെങ്കിൽ ഒരു നേരിയ തോതിലേക്കും നിക്ഷേപ താല്പര്യം കണ്ടേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് മുൻനിര സൂചികയായി നിഫ്റ്റി 25,000 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള ആ ഒരു വിൽപ്പനയ്ക്ക് പ്രധാന കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഒരു വിൽപ്പന കൂടിയാണ്. വരും ദിവസങ്ങളിലും അത് മറികടക്കുന്ന രീതിയിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും ഒപ്പം തന്നെ ചെറുകിട നിക്ഷേപകരും വിപണിയിൽ ഇടപെട്ടേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി വിപണിയുടെ ഓരോ താഴ്ചയിലും നിക്ഷേപം വന്നേക്കാം എന്നുള്ള ഒരു സൂചന വിപണിയിൽ നൽകുന്നുമുണ്ട്. എന്തായാലും വരുന്ന ആഴ്ചയിലും ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുൻനിര സൂചികയുടെ 25,000 എന്ന നിലവാരം തന്നെയായിരിക്കും പ്രധാനം. നന്ദി ശ്രീ ദിലീപ്. സുനിൽ വെഞ്ഞാറമൂടിന് ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം. ദേശീയ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിൻ്റെ പുരസ്കാരത്തിനാണ് അദ്ദേഹം അർഹനായിരിക്കുന്നത്. കലാ, സാഹിത്യ, സാംസ്കാരിക രംഗത്തെ പ്രവർത്തന മികവിനാണ് പുരസ്കാരം. 30ലേറെ വർഷമായി പത്ര ദൃശ്യശ്രാവ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സുനിൽ വെഞ്ഞാറമൂട് തിരുവനന്തപുരം വെഞ്ഞാറമൂട് ചെമ്പൂര് സ്വദേശിയാണ്. ഒട്ടേറെ പുതുമകളുള്ള ഓക്സിജൻ കവിതാ സമാഹാരത്തിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഗ്രാൻഡ് മാസ്റ്റർ ബഹുമതിയും നേടിയിട്ടുണ്ട്. ഒക്ടോബർ 13 തിരുവനന്തപുരം കവടിയാർ സദ്ഭാവന ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഭാരത് സേവക് സമാജ് ഓൾ ഇന്ത്യ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ പുരസ്കാരം സമർപ്പിക്കും. തിരുവനന്തപുരം വഴുതക്കാട് അമൃത ടെലിവിഷനിൽ പ്രോഗ്രാം വിഭാഗം സീനിയർ ക്വാളിറ്റി കൺട്രോളറാണ് സുനിൽ വെഞ്ഞാറമൂട്. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കാളകെട്ട മഹോത്സവം നടന്നു. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ ഓണക്കാട്ടുകരക്കാരുടെ 28ാം ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഉത്സവമാണ് കാളകെട്ട്. തലയെടുപ്പോടെ അണിയിച്ചൊരുക്കുന്ന കൂറ്റൻ കെട്ടുകാളകൾ ഓച്ചിറ കാളകെട്ട് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ്. ഒരു ദേശത്തിന്റെ, ഒരു നാടിന്റെ സംസ്കാരം അതിങ്ങനെ ചെറുപുഴകളായി ഒഴുകി ഒടുവിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞാൽ പിന്നെ കന്നിമാസത്തിലെ തിരുവോണം ആഘോഷിക്കുന്നത് ഓണാട്ടുകരയുടെ മാത്രം പ്രത്യേകതയാണ്. 52 കരക്കാർ ചേർന്ന് ഓണാട്ടുകരയുടെ 28ാം ഓണം ഓച്ചിറ കാളകെട്ട് മഹോത്സവമായി ആഘോഷിക്കുമ്പോൾ അതൊരു നാടിന്റെ നന്മയുടെ ഒത്തുചേരലിന്റെ ആഘോഷം കൂടിയാണ്. ചെറുതും വലുതുമായ 200ഓളം കെട്ടുകാളകൾ ഓരോ കരക്കാരും ഓച്ചിറ പരബ്രഹ്മമൂർത്തിക്ക് മുന്നിലെത്തിക്കുന്നു. സമൃദ്ധമായ വിളവെടുപ്പിനു സഹായിച്ച കാളകൾക്കുള്ള കർഷകരുടെ നന്ദി പ്രകടനവും ഈശ്വര വിശ്വാസത്തിന്റെ ഭാഗവുമായാണ് ഈ കാളകെട്ട് മഹോത്സവം. കാർഷിക വിളവെടുപ്പിന് ശേഷം ചിങ്ങമാസം കഴിഞ്ഞാൽ അടുത്ത കന്നിമാസത്തിലെ 28ാം ഓണത്തിന് നന്ദികേശന്മാരെ കെട്ടി അലങ്കരിച്ചു ഓച്ചിറ പടനിലത്ത് കൊണ്ടുപോയി അവരെ ദൈവത്തിന് തുല്യം നമ്മൾ ആചരിക്കുന്നു. അന്നം തരുന്നവനാണല്ലോ ഈശ്വരൻ. കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്നു വരുന്നതാണ്. പ്രത്യേകിച്ച് ജീനിയസിൻ്റെ വജ്രതേജോമകൻ്റെ വളർച്ച നമ്മൾ കണ്ടു വളർന്ന് വന്നതാണ്.
കൊച്ചു കുട്ടികൾ ചെറിയൊരു കാളയായിട്ട് തുടങ്ങിയ സംരംഭമാണ് ഇപ്പോൾ ഇത്രയും വലിയ കാളയായിട്ട് ദേശം മുഴുവൻ ഇവിടെ വന്ന് ആഘോഷിക്കുകയാണ്. ഓരോ കരയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പൊടിയോടെ ഊരു ചുറ്റിയാണ് കെട്ടുകാളുകൾ ഓച്ചിറ പടനിലത്തെത്തിയത്. ഞക്കനാൽ പടിഞ്ഞാറേക്കരയുടെ 72 അടി ഉയരമുള്ള കാലഭൈരവനാണ് ഇത്തവണത്തെ ഏറ്റവും വലിപ്പമുള്ള കാള. ഏറെ നാളത്തെ കരക്കാരുടെ പ്രയത്നമാണ് ചെറുതും വലുതുമായ ഓരോ നന്ദികേശ രൂപങ്ങളും. ആഞ്ഞിലിത്തടിയിൽ ചട്ടം കൂട്ടി അതിൽ കച്ചി ചുറ്റി ചണച്ചാക്കുകൊണ്ട് പൊതിഞ്ഞ ശേഷം തുണി പിടിപ്പിച്ച് പട്ടുതുണിയിൽ പൊതിഞ്ഞാണ് കാളയുടെ രൂപമുണ്ടാക്കുന്നത്. 7 ഇനം പാലയുടെ തടിയിൽ കൊത്തിയുണ്ടാക്കി 5 നിറങ്ങൾ ഉപയോഗിച്ച് പെയിന്റ് ചെയ്ത നന്ദികേശ ശിരസാണ് കാളയുടെ പ്രധാന ആകർഷണം. ദീവത, നെറ്റിപ്പട്ടം, ബെഞ്ചാമരം എന്നിവയാൽ അലങ്കരിച്ച കാളകളെ പൂമാല, നാരങ്ങാമാല, വെറ്റിലമാല, നോട്ടുമാല, കൂവളമാല എന്നിവ ചാർത്തി ദീപവിധാനത്തോടെ മുത്തുക്കുട ശിരസിന് മീതെ പിടിപ്പിച്ചാണ് എഴുന്നള്ളിപ്പ്. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള 2 കാളകൾ ചേർന്ന ജോഡിയായിട്ടാണ് കാളകളെ അണിയിച്ചൊരുക്കുന്നത്. വലതുവശത്തെ ചുവപ്പ് കാള ശിവസങ്കല്പവും ഇടതുവശത്തെ വെള്ളക്കാള പാർവതി സങ്കല്പവുമാണ്. അമൃത ന്യൂസ്, കൊല്ലം. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ അമ്മത്തൊട്ടിലിൽ രണ്ടാമത്തെ കുഞ്ഞെത്തി. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് 20 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ലഭിച്ചത്. കുഞ്ഞിന് ഹോർത്തൂസ് എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. കുഞ്ഞുങ്ങളെ അമ്മത്തൊട്ടിലിൽ കിടത്തിയാലുടൻ അലാറം അടിക്കുകയും മൊബൈൽ ആപ്പ് വഴി ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതും ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളുള്ള അമ്മത്തൊട്ടിൽ ഓഗസ്റ്റ് 17-നാണ് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ മാസം 28-നാണ് ആദ്യത്തെ കൺമണിയായി 2 മാസം പ്രായമായ ആദി അമ്മത്തൊട്ടിലിൽ എത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മകന് ജോലി നൽകി സർക്കാർ ഉത്തരവായി. ദേവസ്വം ബോർഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായാണ് നിയമനം. ഇതിന്റെ ഉത്തരവ് ദേവസ്വം വകുപ്പ് കൈമാറി. നേരത്തെ സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS യൂണിറ്റുകൾ വീടിന്റെ നിർമ്മാണവും പൂർത്തിയാക്കി നൽകി. ബിന്ദുവിന്റെ മകളുടെ ചികിത്സയും സൗജന്യമായാണ് മെഡിക്കൽ കോളേജിൽ നടന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നുവെന്ന പരാതിയിൽ അടിയന്തരമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പാലക്കാട് പലശ്ശന സ്വദേശിനിയായ വിനോദിനിക്കാണ് വലതു കൈ നഷ്ടമായത്. കുട്ടിയുടെ നില ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ഇവിടെ വെച്ച് കൈ മുറിച്ചു മാറ്റുകയുമായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ 9 വയസ്സുകാരിക്ക് വീണ് പരിക്കേൽക്കുന്നത്. ഉടൻ തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. ഇവിടെ നടത്തിയ പരിശോധനയിൽ വലത് കൈയിലെ എല്ലിന് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി. കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വേദന കലശലായതോടെ വീണ്ടും ആശുപത്രിയിലെത്തിയെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. 4 ദിവസത്തിന് ശേഷം കയ്യിലെ കെട്ടഴിച്ചപ്പോൾ കൈ പഴുത്ത നിലയിലായിരുന്നുവെന്ന് മാതാവ് പ്രസീത. കൈ പഴുത്തിട്ട് നമ്മൾ എങ്ങനെയാണ്, അതുപോലെ കൈയൊക്കെ അഴുകി നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പാലക്കാട് വരുന്നവരെയും ഈ കയ്യിൽ നിന്ന് ഈ വെള്ളം ഒഴുകിക്കൊണ്ടേ വരികയാണ്. പിന്നെ അഴിച്ചപ്പോഴാണ് അതിൻ്റെ സ്മെല്ല് നന്നായി അറിഞ്ഞത്. കാരണം ഒരു സാധനം ചത്തിട്ട് എങ്ങനെ നാറണോ അതുമാതിരി നല്ല നാറ്റം ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പരാതി. ഇപ്പോൾ ആരോഗ്യവകുപ്പ്, മന്ത്രിക്ക്, അങ്ങനെയുള്ള എല്ലാ വലിയ ഉദ്യോഗസ്ഥർക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർ ചികിത്സ സാധ്യമല്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. കയ്യിലെ മുറിവ് നോക്കാതെയാണ് പ്ലാസ്റ്റർ ഇട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി. എന്നാൽ ഈ പരാതി പൂർണ്ണമായും ആശുപത്രി അധികൃതർ തള്ളി. പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കൈമുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ കുടുംബം DMOയ്ക്കും ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. അഹമ്മദാബാദ് ടെസ്റ്റിൽ വിൻഡീസിനെതിരെ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക് 286 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ് ഉള്ളത്. 5-ന് 448 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും. 104 റൺസുമായി രവീന്ദ്ര ജഡേജയും 9 റൺസുമായി വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. ജഡേജയ്ക്ക് പുറമെ KL രാഹുലും ധ്രുവ് ജുറേലും സെഞ്ചുറി നേടി. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.